ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ചേച്ചിനെ കൂട്ടിക്കൊണ്ടുപോവാണ് കേട്ടോ. 57 ഉള്ളൂ. 90 വരെ ആവാൻ വെയിറ്റ് ചെയ്യുന്നില്ല. കാരണം അച്ഛനിപ്പോൾ 3-ാം തീയതി എന്നാൽ സ്കൂൾ ഉറക്കായല്ലോ. അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ വീടിൻ്റെ അടുത്താണ് സ്കൂൾ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പറഞ്ഞുവിടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ചേച്ചി എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് നാട്ടുമാങ്ങ പെറുക്കിയതാണ് കേട്ടോ. നാട്ടുമാങ്ങ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മധുരക്കായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും മാങ്ങ കഴിയാനായി. ഇവിടെ നമുക്ക് 3 മാവുണ്ടല്ലോ, 3 വലിയ നാട്ടുമാവുണ്ട്. 3 എനിക്ക് തോന്നുന്നു ഏകദേശം ഒരേ പ്രായമാണ്. 3 ടൈപ്പാണ്, വേറെ വേറെ രുചിയാണുള്ളത്. അതിൽ നടുക്കത്തെ മാവ് മാത്രം ഇപ്രാവശ്യം പൂത്ത് കിട്ടില്ല. അതിൻ്റെ തൊണ്ടുണ്ടല്ലോ നല്ല കട്ടിയായിരിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ പിടിച്ചിങ്ങനെ പഴുത്ത മാങ്ങ ഉടയ്ക്കുക. അതിനുശേഷം ഒരു ഓട്ട കുത്തിയിട്ട് ഇങ്ങനെ നമുക്ക് വെള്ളം പോലെ ജ്യൂസ് പോലെ കുടിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് മാങ്ങയാണ്. അത് പ്രാവശ്യം നാട്ടുമാങ്ങ ഉണ്ടോ. ഇതിപ്പോൾ ഏകദേശം നമുക്ക് ഇവിടെ തീരാനായിട്ടോ. മഴക്കാലാകുമ്പോഴത്തേക്ക് മാങ്ങ തീരും. തീരാനായപ്പോൾ നല്ല മധുര. കൊതുക് നിറച്ച് കൊതുക. ഇത് പോകാനല്ലേ, ഇത് വേറെ ഇത് കടലാസും നല്ലോണം പറഞ്ഞത്. പക്ഷെ ബോഗൺ വില്ല അല്ലല്ലോ. അല്ല ഈ ബോഗൺ വില്ല കടലാസ് പറഞ്ഞേ. തെറ്റി എവിടേക്കാ തെറ്റി പോണേ? പോയി തെറ്റി പോണം. ആ പൂച്ചണ്ടേ. അയ്യേ പേടിച്ചേ പോയേ. നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മള് നിച്ചോട്ടിന്റെ മുടി മൊട്ടയാക്കിയിട്ടുണ്ട് കേട്ടോ. അവനെ മൊട്ട അടിച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി മുട്ട അടിക്കാൻ ഉദ്ദേശിച്ചതല്ല കേട്ടോ. കാരണം ഇവൻ്റെ മുടി നല്ലോണം നീളുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വെട്ടി കൊടുക്കുക ചെയ്യാറ്. ആ ഒരു എന്താ പറയുക കാടുപോലുള്ളതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കാറുണ്ട്. ഇതുവരെ മുട്ട അടിച്ചിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം വെട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു, കുറച്ചധികം കയറി ഇറങ്ങി അങ്ങനെ ആ കൂടെ വൃത്തികേടായിട്ടോ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിരിക്കുക. കാരണം മുട്ട അടിച്ചേട്ടാ ചീത്തയും പറയും, ഏട്ടാ ഇഷ്ടമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ എന്തായാലും സൈഡ് വൃത്തികേടായിരിക്കില്ലേ, അപ്പോൾ ഒന്ന് ട്രിമ്മറിൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് വെച്ചപ്പോഴേക്കും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത്ര കുറ്റിയായി പോകുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനത് ഇങ്ങനെ വെച്ച് ഒന്ന് ജസ്റ്റ് മേലെ കയറിയപ്പോഴത്തേക്കും അത്രയും വശം ഫുള്ള് ഇതേപോലെ മുട്ടത്തലയായിപ്പോയി. പിന്നെ ബാക്കി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയാലും റെഡി ആവില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു മോളെ നല്ല കൊള്ളായിട്ടുണ്ട്, ഇത് നമുക്ക് ഫുള്ള് മുട്ട അടിച്ചില്ലെങ്കിൽ പറ്റില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ ചേച്ചീൻ്റെ മടിയിൽ അവനെ വെച്ച് കൊടുത്തിട്ട് ഞാൻ മൊത്തത്തിലങ്ങ് മുടി ട്രിം ചെയ്തങ്ങ് എടുത്തു കേട്ടോ. അപ്പോൾ നല്ല മുട്ടക്കൊട്ടനായിട്ടുണ്ട്. പിന്നെ ഞാൻ ഏട്ടനെ മെല്ലെ വീഡിയോ കോൾ വിളിച്ചിട്ട് എന്താ പറയാന്ന് അറിയില്ലല്ലോ. ഏട്ടൻ പറഞ്ഞു അയ്യോ എന്താ കുട്ടീനെ കാണിച്ചതൊക്കെ ചോദിച്ചിട്ട് ചെറുതായിട്ട് 2 ചീത്ത കിട്ടു. എന്നാലും പിന്നെ കുഴപ്പമില്ല കേട്ടോ. കാരണം അവർ ഇതുവരെ മുട്ട അടിച്ചിട്ടില്ലേ. വലിയ ബോറില്ലാന്ന് തോന്നുന്നു, മുടി വളരുമല്ലോ, അങ്ങനെ സമ്മതമായിരിക്കാം. അപ്പോൾ ഫസ്റ്റത്തെ മുടിയല്ലേ, എല്ലാവരും പറയുന്നുണ്ട് ഒന്ന് മുട്ട അടിക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് കുറേ മാങ്ങ കിട്ടി കേട്ടോ. അച്ചു കയ്യോടെ നല്ല മധുരമുള്ളത് നോക്കിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കൊതുക് നെറ്റി വന്നിരിക്കുന്നു. കേടുണ്ടോ അതിന്റെ ഉള്ളിൽ കഴിക്കുമ്പോഴോ നമുക്ക് സേഫ് കഴിക്കലേ. അത് കുഴപ്പമില്ല, മാങ്ങയ്ക്ക് കേടില്ല. അമ്മേ വേണ്ട കൈ കൊതുക്കുണ്ണി. 1 2 3 അടിക്കാൻ തന്നെയായിരുന്നു ഞാൻ. കൊതുക ഒരു കഷ്ടാണോ. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഓ മൈ ഗോഡ് എന്ത് ഈ കേടുള്ള മാങ്ങയ്ക്കിരുന്ന് കഴിക്കണേന്ന്. അതിന് ആ മാങ്ങയ്ക്ക് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല കേട്ടോ. ആക്ച്വലി അതിൻ്റെ ആ മാങ്ങാണ്ടിൻ്റെ ഉള്ളിലേക്ക് വേണമെങ്കിലേ ഉണ്ടാവുള്ളൂ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ ഒരു സൈഡിലും ഒരു കറുത്ത കുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു മാങ്ങേന് ആ ഒരു ടേസ്റ്റ് അതിൻ്റെ ബാധിക്കൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ എത്ര കഴിച്ചിരിക്കണം, ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ അച്ഛൻ അവർ വരുമ്പോഴത്തേക്കും കുറച്ച് ചക്ക, നമ്മൾ ഓറഞ്ച് ചക്ക എനിക്ക് തോന്നുന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ചക്ക ഒക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ഇഷ്ടം പോലെ ചക്കയും മാങ്ങയ്ക്ക് ഇപ്രാവശ്യം കഴിച്ചു കേട്ടോ. നമുക്ക് ചില സീസണിൽ ചില സമയത്ത് ഉണ്ടാവാറില്ല, ചില വർഷങ്ങളിൽ മാങ്ങയൊന്നും ഉണ്ടാവാറില്ല. ഇപ്രാവശ്യം എല്ലാം ആവശ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ചക്ക ഇനി പ്ലാവിലിട്ട് 1 2 ഉണ്ടോയെന്ന് തോന്നുന്നു. കണ്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്തിട്ടും ചക്കയ്ക്ക് ആ ഒരു മധുരമൊന്നും ബാധിച്ചിട്ടില്ല. എടാ പാവട അതിനെ ചവിട്ടണ്ട ഉണ്ണി. പൊള്ളം നിച്ചോ, അത് വേണ്ട ഉണ്ണി. പൂച്ചി ബാ അപ്പി ബാ 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 ചവിട്ടല്ലേ അതിനെ വാ.
നിച്ചുവിൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഇപ്പോൾ ജീവികളെ കൊല്ലലാണ് കേട്ടോ. എല്ലാം ചുമരിലെ കുറുമ്പിരിക്കുകയാണെങ്കിൽ അതിനെ ഞോണ്ടി ഞോണ്ടി പോയിട്ട് കൊല്ലും, അത് ഞെരിച്ച് കൊല്ലും. അതേപോലെ കാലുകൊണ്ട് അടിച്ചു കൊല്ലുക. പിന്നെ ഈ ഒരു തേരട്ട് ഉണ്ടല്ലോ, അപ്പോൾ നമ്മളെ ഭാഗത്ത് നമ്മളൊരു വിരലിൻ്റെ അത്ര വലിപ്പമുള്ള കുഞ്ഞ് തേരട്ടുണ്ട്, അത് നിറച്ചുണ്ട് കേട്ടോ. അത് പണ്ടൊക്കെയാണ് വലിയതായിരുന്നു, നമ്മുടെ ആ ഒരു കൈപ്പത്തിൻ്റെ ഒക്കെ നീളമുള്ള നല്ല ഉരുണ്ട സംഭവം. അതിപ്പോൾ ഇല്ല, ഇപ്പോൾ ഈ കുഞ്ഞിതാണ് നിറച്ചുണ്ട്. അതാണെങ്കിൽ ഇങ്ങനെ മുറ്റത്ത് കൂടെ ഒക്കെ വരുന്ന സമയത്ത് ഇവൻ ഒരു പേടിയില്ല കേട്ടോ. ആദ്യം ജസ്റ്റ് ഹൂ എന്നൊക്കെ പേടി കാണിക്കും, എന്നിട്ട് പോയിട്ട് അതിനെ പോയി പിടിക്കും കേട്ടോ. എത്ര പ്രാവശ്യമോ പിടിച്ചിട്ടുണ്ട്, നമ്മൾ ചെല്ലുമ്പോഴേക്കും അവൻ പോയി അതിനെ പിടിക്കും. അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അതായത് മോളെ ചേച്ചി ഒരുക്കി കൊടുക്കുകയാണ്. ചേച്ചി പോകാൻ ഏകദേശം റെഡിയായി. അവരൊരു 11 മണി 11:30 വരുള്ളൂ കേട്ടോ. 1 മണിക്ക് ശേഷം അതുപോലെ തന്നെ 4 മണിക്കുള്ളിലോ അങ്ങനെയായിട്ടാണ് സമയം പറഞ്ഞിട്ടുള്ളത്. അപ്പം കയറിയാൽ മതി. ആ ഒരു സമയത്താണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ കുട്ടീനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി ഉപയോഗിക്കുന്ന നമ്മുടെ കൺമഷി ഉണ്ടല്ലോ, ഇത് മറ്റേ ശ്രീധരിയും ഹെർബൽ കാജലാണ് കേട്ടോ. കുട്ടികൾക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങളും നല്ല സേഫായിട്ടുള്ള മേടിക്കും കേട്ടോ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു എവിടെ കോഴിക്കോട് ഫാർമസിയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ആയുർവേദ ഷോപ്പ് നിറ്റം മേടിച്ചിട്ടുള്ളതാണ്. മൊട്ടത്തല കാണിച്ചെടുക്ക് നിച്ചിട്ടാ, മൊട്ടത്തല എവിടെ കാട്ടി തരുന്നു കൊണ്ടോ. ഒന്നും പറയില്ല. ഒരു 11:30 ആയപ്പോഴത്തേക്കും അവർ വന്നവിടെ കുറച്ച് ചായ കുടിച്ചു. കുട്ടീനെ കളിപ്പിക്കുകയാണ് കേട്ടോ. മോളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, പകൽ നല്ല ഉറക്കാണ്, നൈറ്റ് ഡ്യൂട്ടി ഉള്ളതല്ലേ, രാത്രി ഇരുന്ന് കളിക്കാനുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഇവർ വന്ന പാടെ കുറച്ച് മാങ്ങയൊക്കെ കഴിക്കാൻ തുടങ്ങി. അവർ വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വല്യമ്മ വന്ന പാടെ 2 മാങ്ങയും പെറുക്കിയിട്ടാണ് വീട്ടിലേക്ക് തന്നെ കയറി വന്നിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അതായത് 28 വന്നപ്പോഴും ഭയങ്കര ഇഷ്ടമായിരുന്നു, മാങ്ങ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ കുറേ മാങ്ങ പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ കവറിൽ പെറുക്കം ഉണ്ടാവാനുള്ള മാങ്ങയും പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നായിരിക്കാന്ന് വെച്ചാൽ അനുവേട്ടൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ പെങ്ങൾ അനുശേഷി വന്നിട്ടുണ്ടായിരുന്നു, ഗൗരി വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ വല്യമ്മ. അവരത്രയും പേരാണ് കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കയറേണ്ട സമയം പറഞ്ഞില്ലേ, 1 മണിക്കും ആ ഒരു 4 മണിക്കുള്ളിൽ എത്തിയാൽ മതി. നിച്ചോട്ട് അങ്ങനെ വെറുതെ വാശി പിടിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കൊതുകടി കൊള്ളുന്നുണ്ട് നല്ല പേരും. ഇപ്പം മുട്ടത്തല നോക്കിയിട്ടാണ് കൊതുക് വന്ന് കടിക്കണേ. അപ്പം എനിക്ക് തോന്നുന്നു രാവിലെ ഉറങ്ങായിട്ട് ഒരു വാശി ഉണ്ടായിരുന്നു അവന്. ഞാൻ കുറേ നേരം ഉറക്കാനൊക്കെ നോക്കി, ഒരു രക്ഷയില്ല. അപ്പം എന്ത് ചെയ്തു, കുറേ കഴിഞ്ഞപ്പം അച്ഛൻ്റെ കൂടെ ഞാൻ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു കേട്ടോ. പിന്നെ അവിടെ പോയിട്ട് അവൻ കിടന്നുറങ്ങിയേ. ഇത് ആ ചേച്ചി കൊണ്ടുപോകാനാക്കി വെച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ്. ചേച്ചിക്ക് പൊതുവേ ഈ പുളി ഉപ്പിലിട്ട ഐറ്റംസും എനിക്കും ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കാന്താരി ഒന്നും അങ്ങനെ കഴിക്കാറില്ല. ഇപ്പോൾ കാന്താരി മുളക് അമ്മ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേച്ചി ഒരു കുപ്പിയിലെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇത് കുറച്ച് അച്ചാറാണ്, അച്ചാറും കൊണ്ടുപോകാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള കുറച്ച് മാങ്ങ, വീട്ടിലെപ്പോഴും ഉപ്പിലിട്ട മാങ്ങ മിക്കവാറുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു മഴ സീസൺ അല്ല, മാങ്ങ സീസൺ ആണെങ്കിൽ അടുത്ത മാങ്ങാക്കാലാകുമ്പോഴേക്കും വീട്ടിലെങ്ങനെയാണെങ്കിലും കുറച്ച് ഉപ്പുമാങ്ങ അവിടെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ കുറേ ഒരു വർഷമൊക്കെ ഇരിക്കാറുണ്ട്. ചില ഉപ്പുമാങ്ങ കുറേ ഇട്ടൊക്കും, ചിലതൊക്കെ ഇങ്ങനെ പോവും, പക്ഷെ കുറേ അവിടെ ഇരിക്കാറുണ്ട്. അപ്പോൾ ചേച്ചി കുറച്ച് ഉപ്പുമാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുപ്പിയിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഞാൻ അപ്പോഴാണ് ആ വെളിച്ചെണ്ണ ആട്ടി വെച്ചത് കണ്ടത്. ഇനി എനിക്ക് പോയിട്ടൊരു കുപ്പി വെളിച്ചെണ്ണ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരണം. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഇതെന്ത് പരിപാടി, ചേച്ചിക്ക് വെളിച്ചെണ്ണ കൊടുത്തിട്ട് എനിക്കെന്ത് തരാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അമ്മ പറഞ്ഞു, ആട്ടി കൊണ്ട് വെച്ചിട്ടേ ഉള്ളൂ, തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെയാണല്ലോ, വീട്ടിൽ പോയി എന്തൊക്കെ അടിച്ചു മാറ്റാൻ പറ്റും അതൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വരണം. അപ്പോൾ ആ ഉച്ചയ്ക്കുള്ള ചോറൊക്കെ റെഡിയാക്കിയിട്ടായിരുന്നു. ചോറ്, സാമ്പാർ, ഇപ്രാവശ്യം നമ്മൾ കുറച്ച് സദ്യയും പിന്നെ കുറച്ച് ബീഫ് ഫ്രൈ ആണ് ഉണ്ടായിരുന്നത് കേട്ടോ. പച്ചടി, അതുപോലെ തന്നെ ബീറ്റ്റൂട്ടിൻ്റെ ഉപ്പേരുണ്ടായിരുന്നു, അങ്ങനെ തന്നെ. പിന്നെ ഒരു സേമിയ പായസം കൂടെ വെച്ചു. വിട്ടോ വിട്ടോളാം. അടുത്ത കുഞ്ഞാമ്മ വരാ, അടുത്ത കുഞ്ഞാമ്മ വരാത്. അടുത്ത വെക്കേഷനില് വീഡിയോയിൽ കാണാം. ശരി, അടുത്ത വെക്കേഷനിലേക്കില്ലേ? ഹായ്. കേട്ട് ശരി, എനിക്ക് ഓർമ്മയില്ലട്ടോ. എനിക്ക് ഓർമ്മ ഉണ്ടാവില്ലട്ടോ, ഞാൻ ഈ ഫ്ലോയിലേക്ക് പോകും. ആക്ച്വലി അവരെന്താ കളിയാക്കുന്നതെന്ന് മനസ്സിലായോ? ഈ കഴിഞ്ഞ വെക്കേഷന് അമ്മയ്ക്ക് നോക്കാൻ ഞാനായിരുന്നു കേട്ടോ. ഞാൻ ഇച്ചുവിന് അവിടെ ഡെലിവറി കഴിഞ്ഞ് കിടക്കായിരുന്നു. ഈ വെക്കേഷന് ഇപ്രാവശ്യം ചേച്ചിയാണ് ഡെലിവറി കഴിഞ്ഞ് കിടന്നത്. അപ്പോൾ അനുസരിച്ച് കളിയാക്കാണ്. ഇനി അടുത്ത വർഷം അകത്തേക്കും ചീഞ്ചു ഒന്നും കൂടെ ഡെലിവറി കഴിഞ്ഞ് കിടക്കായിരിക്കും എന്നിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നോ സ്കോപ്പില്ല. അപ്പോൾ എന്ത് ചെയ്തു, അവരൊരു 2:30 ആയപ്പോഴത്തേക്കും അവരിതാ ഇപ്പോൾ ഇറങ്ങിയിട്ടോ. അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു കൊളക്കപ്പാറൊക്കെ എത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ വണ്ടിയൊക്കെ നിർത്തി കുറച്ച് നേരം നിന്നിട്ടാണ് പോയെന്ന് തോന്നുന്നുണ്ട്, കാരണം അത്രയ്ക്ക് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മഴ കഴിഞ്ഞു. പിന്നെ
പിന്നെ അങ്ങോട്ട് മഴ പെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഇപ്പം എൻ്റെ സൗണ്ട് കൊടുക്കുന്ന സമയം ഒരു വെയിൽ കാലാവസ്ഥയൊക്കെയാണ്. ഇടയ്ക്കൊരു മഴയൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒരുപാട് സാധനങ്ങൾ ചേച്ചിക്ക് കൊണ്ടുപോകാനുണ്ടായിരുന്നു. കാരണം വന്നതിന് ശേഷം ചേച്ചി കുറേ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും, ഏട്ടനല്ല അച്ഛൻ ചേച്ചിക്ക് ഇങ്ങനെ ഓരോ ഐറ്റംസ് വേണമെന്ന് പറയുമ്പോൾ അവിടെ പോയിട്ട് തൊടുപൊട്ടി പോയിട്ട് കൊണ്ടുവന്ന് ആ ഒരു കാറിൻ്റെ ഡിക്കി മൊത്തം ചേച്ചീൻ്റെ തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് പുറമെ കുറേ ചക്ക, മാങ്ങ, തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് അതും എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ അവർ ടാറ്റ ബൈ ബൈ പോയി. ഇനി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അങ്ങോട്ട് കാണാൻ വേണ്ടി പോകണം. സൗണ്ട് എങ്ങനെയുണ്ട്? ഒന്നുമില്ല, അവിടെ ഒന്നുമില്ല, ഇതൊന്നുമില്ല. അമ്മൂണിച്ച് പറ്റില്ലത് മരുന്നാണ് അമ്മി, മരുന്ന് അടാ വണ്ടി പോയി കളിച്ചാ ഓട്. ഇതാ അമ്മിച്ചു ഇതൊന്നുമില്ല. ഇതോണ്ട് പോ, ചോദിക്കാൻ വന്നാലേ. ശരി വേണമെങ്കിൽ എടുത്തോ, പോയടാ. അതെ തക്കലൊന്നും തരുന്നില്ല. റൂമടച്ച് പൊടിഞ്ഞ് അമ്മൂടെ മുട്ട തലയുടെ അമ്മേന്റെ മുട്ട തലയുടെ ചോദിക്കുമ്പോ എനിക്ക് തരും ഓരോന്ന്. അപ്പൊ എനിക്ക് കുറച്ച് പ്രൊഡക്റ്റുകൾ കാണിച്ചു തരാം. നമ്മളൊക്കെ മേടിച്ചിട്ടുള്ളത് ആമസോണിനാണ്. നിങ്ങൾ പറഞ്ഞിട്ട് ഈ ആമസോൺ ഇപ്പൊ ഹാർഡ്വെയർ റീഫ്രഷ് സെയിൽ ലൈവാണ്. ഈ ഒരു 31 നമ്മുടെ മെയ് 31 സ്റ്റാർട്ട് ചെയ്തിട്ട് ജൂൺ 5 വരെ ഈ ഒരു സെയിൽ ഉണ്ട് കേട്ടോ. അപ്പൊ 3 lakh പ്ലസ് സ്റ്റൈൽസ് ഉണ്ട്. അതുപോലെ തന്നെ 1500 പ്ലസ് പ്ലാനിൽ നമുക്ക് 50 മുതൽ 80% വരെ ഓഫ് കിട്ടുന്നുണ്ട്. അപ്പൊ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ. ഇതല്ലാണ്ട് തന്നെ വേറെ പ്രൊഡക്റ്റ് എടുത്താലൊക്കെ അതിൽ ഓഫേഴ്സ് ഉണ്ട്. അപ്പം ആദ്യത്തെ വന്നിട്ട് ഞാനൊരു ബോഡി നമ്മുടെ ഷോജലില്ലേ അതാണ് മേടിച്ചത് കേട്ടോ. എനിക്ക് ജലദോഷം പിടിച്ചത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇത് ബോഡി ഷോപ്പിന്റെ ആണ് ഷോജൽ. ഞാൻ ഈ ഒരു ബ്രാൻഡ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ ഈ ഒരു ബ്രാൻഡിന്റെ ആദ്യത്തെ ഇന്നത്തെ പ്രൊഡക്റ്റ് മേടിക്കുന്നത് മിക്കവാറും ഞാൻ യൂസ് ചെയ്യുന്നത് ഡവിന്റെ അതുപോലെ തന്നെ ദിവ്യന്റെ ഒക്കെ ഷാജൽ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മേടിച്ചാണ്. അപ്പൊ യൂസ് ചെയ്തിട്ട് പിന്നെ എപ്പോഴും എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുതരാം. അപ്പൊ വേഗനായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. പിന്നെ അധികം കെമിക്കൽസ് ഒന്നുമില്ല നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ബ്രാൻഡിനെ പറ്റി. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് ഒരു ജെല്ലാണ്, അതായത് സെബാമെഡിന്റെ ക്ലിയർ ഫേസ് കെയർ ജെല്ലാണ്. ഇപ്പൊ ഭയങ്കര എന്താ പറയാ സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഈ ഡെർമറ്റോളജിസ്റ്റ് ഒക്കെ റെക്കമെൻഡ് ചെയ്ത് ഡോക്ടർമാരൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത് സെബാമെഡിന്റെ പ്രൊഡക്റ്റ് ആണ്. മെയിനായിട്ട് കുട്ടികൾക്ക് കേട്ടോ. സെബാമെഡ് പിന്നെ എന്തായിരുന്നു ഒക്കെ മറന്നു. ഞാൻ ഫിച്ചുവിനെ യൂസ് ചെയ്യുന്ന സമയത്ത് നോക്കിയത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പൊ അതിലൊന്നാണ് ശരിക്കും സെബാമെഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് കേട്ടോ. നല്ല ബ്രാൻഡാണ്. ഫിച്ചുവിനെ യൂസ് ചെയ്യുന്ന ബോഡി ലോഷൻ അതുപോലെ തന്നെ സോപ്പ് പിന്നെ അവന്റെ ഫേസ് ക്രീം ഒക്കെ സെബാമെഡിന്റെയാണ്. ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ വലിയ ആൾക്കാർക്ക് ഇതുവരെ യൂസ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അവര് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ സെബാമെഡിന്റെ ആദ്യമായിട്ട് ഒരു പ്രൊഡക്റ്റ് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫേസ് എന്തെങ്കിലുമൊക്കെ എന്താ പറയാ ഡിസ്കളറേഷൻ മാറാനായിട്ട് അതുപോലെ തന്നെ ഫേസ് ക്ലിയർ ആവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജെല്ലാണ്. ഒരു മോയ്സ്ചറൈസർ പോലെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത്. ഒരു എന്താ പറയാ നമ്മുടെ അലോവേറ ജെല്ലില്ലേ അതിന്റെ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പൊ ഞാനിത് ഫേസിൽ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് തോന്നിട്ടോ. നമ്മൾ ഓയിലി അതുപോലെ തന്നെ ആക്നെ പ്രോൺ സ്കിൻ ഉണ്ടാവുമല്ലോ, പിമ്പിൾസ് ഒക്കെ വരുന്നത് അങ്ങനത്തെ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ടഫിഡായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഡ്രൈ സ്കിൻ ആണെങ്കിൽ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഒരു മോയ്സ്ചറൈസർ പോലെ സംഭവം നോക്കുന്നെങ്കിൽ സെബാമെഡിന്റെ ഇത് നല്ലതാണ്. ഇതിൽ 5.5 pH ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതാണ് അടുത്തായിട്ട് മേടിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു മസ്കാരയാണ് ഞാൻ മുൻപ് യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അത് ഫേസസ് കാനഡന്റെ മസ്കാരയാണ്. നന്നായിട്ട് നമ്മുടെ എന്താ പറയാ ഐലാഷസ് ഉണ്ടാവല്ലോ അത് നന്നായിട്ട് ഇങ്ങനെ ഹേർഡായിട്ട് ഇരിക്കും. ഇതിൽ ആൽമണ്ട് ഓയിൽ വരുന്നത് അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ലതാ. നന്നായിട്ട് നമ്മൾ കൺഫീൽ ഇങ്ങനെ വളഞ്ഞിരിക്കാനായിട്ട് നല്ല സംഭവമാണ്. ഞാൻ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കാതെ. ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു നെയിൽ പോളിഷ് ആണ്. ഇതൊരു എന്താ പറയാ പീച്ച് കളർ അങ്ങനത്തെ ഒരു പിങ്ക് പീച്ച് എന്നല്ല ആ ഒരു കളറിൽ വരുന്നതാണ്. നല്ല നെയിൽ പോളിഷ് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് ഫേസസ് കാനഡയുടെ ആണ്. ഇതിന്റെ റേറ്റ് മറന്നു 50 എത്രയാണെന്ന് തോന്നുന്നുണ്ട്. അതാണല്ലോ ഇത് നല്ല കളർ നെയിൽ പോളിഷ് ആണ്. പിന്നെ നമ്മൾ അടുത്തായിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു പെർഫ്യൂമാണ്. ഈ പെർഫ്യൂമ് ഇവരുടെ തന്നെ ഇത് ബെല്ലവിറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ആണ്.
ഇങ്ങനത്തെ മൂന്നാമത്തെ ബോക്സാണ് ഞാൻ മേടിക്കുന്നത്. മുൻപ് ഇത് മെൻ അവർക്കുള്ളതാണ്. ഞാൻ നമ്മുടെ ലേഡീസിനൊക്കെ ആയിട്ടുള്ളത് വേറെ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട്. അത് മുൻപത്തെ വീഡിയോസ് ഇതെല്ലാം നമ്മുടെ വ്ളോഗ് വിത്ത് ശ്രീ ചാനലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഏട്ടനായിട്ട് മേടിച്ചിട്ടുള്ളതാണ്. നല്ല മണങ്ങളാണ്, നല്ല സ്മെല്ലാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, നമുക്ക് ഈ ഇങ്ങനത്തെ ചെറിയ ചെറിയ ബോട്ടിൽ മേടിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം യൂസ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ വലിയ ബോട്ടില് വലിയൊരു പൈസ കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിന്റെ ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൈസ കൊടുത്ത് ഇരിക്കില്ല. പക്ഷെ ഇത് നാല് സ്മെല്ലായിരിക്കില്ല. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്ന ഉറപ്പാവും. അപ്പൊ ഇങ്ങനത്തെ മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ മിക്ക ഇപ്പൊ മേടിക്കുന്ന പെർഫ്യൂം ഒക്കെ ഇതേപോലെ കോംബോയിൽ വരുന്നതാണ്. അപ്പൊ അതിനടുത്ത് ഈ ഒരു ബ്രാൻഡിന്റെ അല്ലാണ്ട് വേറെ ഏതോ ഒന്നും കൂടി ഉണ്ട്. അങ്ങനെ ഇന്നത്തെ കുറെ കുഞ്ഞു കുഞ്ഞു ബോട്ടിൽ ഇഷ്ടം പറഞ്ഞിട്ടുണ്ട്. ഇത് നല്ലൊരു പെർഫ്യൂമാണ്. ശ്വാസം കിട്ടുന്നില്ല. പിന്നെ അടുത്ത വന്നിട്ട് ഈ ഒരു ടാക്കിന്റെ ഒരു ഫേസ് സ്ക്രബും അതുപോലെ തന്നെ ടാക്കിന്റെ ഈ ഒരു ഗ്ലോ ബൂസ്റ്റിംഗ് ഫേസ് സെറമാണ്. ഇത് നിങ്ങൾക്ക് മുഖത്ത് പിമ്പിൾസിന്റെ ഒക്കെ പ്രശ്നമുണ്ട്, അതേപോലെ തന്നെ കറുത്ത പാടൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്താൽ വേണ്ടി പറ്റുന്ന സംഭവമാണ്. കാരണം നമ്മുടെ ഈ ഒരു എന്താ പറയാ, അതിന്റെ ഈ ഇൻഗ്രീഡിയൻസ് അതൊക്കെയാണ് വരുന്നത്. കുങ്കുമാതി വിത്ത് സാഫ്രോൺ ഒക്കെയാണ് വരുന്നത് കേട്ടോ. അവരുടെ ഈ ഒരു കുങ്കുമാതി ഓയിലൊക്കെ ഉണ്ടല്ലോ, മെയിനായിട്ട് പിമ്പിൾസിന് കാര്യങ്ങൾക്കൊക്കെയാണ്. അപ്പൊ അങ്ങനത്തെ സ്കിൻ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇത് അവരുടെ ഫേസ് സ്ക്രബുമാണ്. നമ്മുടെ ഫേസിലെ ഡെഡ് സ്കിൻ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നല്ലതാണ്. അപ്പൊ എന്തായാലും ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് പുതിയൊരു ഡെയിലി ലൈഫ് ഒക്കെ വരുന്ന ദിവസങ്ങളിൽ കാണാം കേട്ടോ. ഇനിയിപ്പോ എനിക്ക് പോയിട്ട് ഫ്രഷ് ആണ്. പിന്നെ കടന്നു കുറച്ച് നേരം വൈകിട്ടുണ്ട്. അവിടെ നമ്മൾ ഇന്ന് വീഡിയോ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നില്ല കേട്ടോ. ടാറ്റാ.